കഴിഞ്ഞ കുറേ ദിവസങ്ങളായി KPCC പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഒട്ടേറെ വിവാദങ്ങൾ പത്രങ്ങൾ വരുന്നുണ്ട്. ആ വിവാദങ്ങളുടെ പിന്നാലെ പോകാതിരിക്കുക കോൺഗ്രസ് പ്രവർത്തകർ, ആത്മവിശ്വാസത്തോടുകൂടി ആത്മധൈര്യത്തോട് മുന്നോട്ട് പോവുക. KPCC പ്രസിഡന്റ് പറയുന്നത് കേരളത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ്, പാർട്ടിയുടെ ഏറ്റവും ഉന്നത പദവിയാണ്. ആ പദവിയുടെ അന്തസ്സും ആഭിജാത്യവും പാരമ്പര്യവും കഴിവും അനുസരിച്ച് ഒരു KPCC പ്രസിഡന്റ് തീരുമാനിക്കാനുള്ള ഔചിത്യം കോൺഗ്രസ് നേതൃത്വം കാണിക്കുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. ഈ അകത്തുള്ളവർ ആരെങ്കിലും പറയുന്നതാണ് പുറത്ത് കേൾക്കുന്നതെന്നാണ് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഏതായാലും ഞാൻ അകത്തുള്ള കാര്യം പുറത്ത് പറയുന്നില്ല, അതുകൊണ്ട് എനിക്കതറിയില്ല. അതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടിയുടെയും അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയുടെയും അതൊക്കെ ആക്ഷേപങ്ങളാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒന്നുണ്ട്, കോൺഗ്രസ് മതേതരത്വ പാർട്ടിയാണ്. മതത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം, ഞാൻ അടിവരയിട്ട് പറയുന്നു, മതത്തേക്കാൾ കൂടുതൽ മതേതരത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്ന പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ആ തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് കഴിയും. അങ്ങനെ ആരെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ആരും ആരേക്കാൾ ഫിറ്റാണെന്നോ ആരേക്കാൾ മോശമാണെന്നോ അങ്ങനെ ഒരു തീരുമാനം വന്നിട്ടില്ലല്ലോ. പുതിയ KPCC പ്രസിഡന്റ് വന്നിട്ടില്ല. പുതിയ KPCC പ്രസിഡന്റ് ഞാൻ പറഞ്ഞു ഔചിത്യത്തോടു കൂടി അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം തീരുമാനിക്കുമെന്ന പ്രതീക്ഷയാണ് ഞാനിപ്പോഴും വെച്ച് പുലർത്തുന്നത്. കോൺഗ്രസിന്റെ പ്രസിഡന്റിനെ ഹൈക്കമാൻഡ് തീരുമാനിക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായും കഴിഞ്ഞ കുറേ നാളുകളായി KPCCയുടെ പ്രസിഡന്റ് PCC പ്രസിഡന്റ്മാരെ തീരുമാനിക്കാനുള്ള അവകാശം ഹൈക്കമാൻഡിനുണ്ട്. ഹൈക്കമാൻഡ് തീരുമാനമെടുക്കുമ്പോൾ അവരെല്ലാവരുമായി അഭിപ്രായങ്ങൾ കണക്കിലെടുത്തുകൊണ്ടാണ് എടുക്കുന്നത്. തകൃതിയായിട്ടല്ല, തരികിടയായിട്ട് നടക്കുന്നു. 4ാം വാർഷികം തരികിടയായിട്ട് നടക്കുന്നു. 4ാം വാർഷികം നടത്താനുള്ള ഒരു യോഗ്യത ഈ ഗവൺമെൻറ്റിനുണ്ടോ? ഈ ഗവൺമെൻറ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏത് പ്രശ്നത്തിലാണ് ഇവിടെ വിജയിച്ചിരിക്കുന്നത്? 6 ലക്ഷം കോടി രൂപയുടെ കടമുണ്ടാക്കിയ ഗവൺമെൻറ് ഏത് കാര്യത്തിലാണ് ഇപ്പോൾ ഈ ദൂർത്തി കേരളത്തിൽ ഉണ്ടാക്കിയിരിക്കുന്നത്? ഇവിടെ ജനങ്ങൾ ഇപ്പോൾ പ്രയാസപ്പെടുന്നു. ദിവസവും പത്രങ്ങളിൽ വരുന്ന വാർത്തകൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ആ ഒരു പേപ്പട്ടി വിഷയത്തെ പിടഞ്ഞു വീണ് മരിക്കുന്ന കുട്ടികളുടെ ഇഞ്ചക്ഷൻ പോലും കാര്യക്ഷമമായി അത് പ്രിസർവ് ചെയ്യത്തക്ക രീതിയിൽ നിർദ്ദേശം കൊടുക്കാൻ കഴിയാത്തൊരു ഗവൺമെൻറ്റാണോ ഇവിടെ ഇത് നടത്തുന്നത്? അത് കോൺഗ്രസ് അല്ല, മറ്റു ചർച്ചകളിലേക്ക് കോൺഗ്രസ് പോകുന്നു എന്ന് സ്വാഭാവികമായും കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ഇത്രയും മാധ്യമ സുഹൃത്തുക്കളുമായി ബന്ധമുള്ള ഒരു കോൺഗ്രസ് നേതാക്കന്മാരെ പോലെയുള്ള, അതുകൊണ്ട് കോൺഗ്രസ് നേതാക്കന്മാർ സംസാരിക്കുമ്പോൾ പലതും അതിൽ നിന്ന് വാർത്തകളായി പോകുന്നതാണ്. അത്തരം വാർത്തകൾക്ക് എനിക്ക് താല്പര്യമില്ല. ഞാനത് പറയുന്നത് ഞാൻ ഒരു പ്രസിഡന്റ് കാൻഡിഡേറ്റായിട്ട് ഞാനൊരു സ്ഥാനാർത്ഥിയായി ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എനിക്ക് പാർട്ടി തന്നിരിക്കുന്ന എല്ലാ പദവികളും എന്നെ പാർട്ടി ഇങ്ങോട്ട് ഏൽപ്പിച്ചതാണ്. ഏത് പദവി ഏൽപ്പിച്ചപ്പോഴും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിവെച്ച് ഞാൻ തീരുമാനമെടുത്തില്ല. എന്നോട് മാറി നിൽക്കാൻ പറഞ്ഞ സമയത്തും ഞാൻ അന്തസ്സോടുകൂടി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളതാണ്. അതാണ് എൻ്റെ ഒരു ബാക്ക് ഹിസ്റ്ററി. അതനുസരിച്ച് ഞാൻ ഇനിയും ഉണ്ടാകുള്ളൂ. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, അത് പാർട്ടിക്കകത്ത് ഞാൻ